പീരീഡ്സിന് സമയത്ത് ഭയങ്കരമായിട്ടുള്ള വേദന, ഡിസ്മെനോറിയ കണ്ടീഷൻ ഉണ്ടാകുന്നു, ബ്ലീഡിങ് വല്ലാതെ കൂടുന്നു, അല്ലെങ്കിൽ ക്ലോട്ടുകൾ ഉണ്ടാകുന്നു. ഇതാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഏതാണ് പീരീഡ്സിന് സമയത്ത്. പക്ഷേ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഒരു 40% സ്ത്രീകളിൽ ഇതിൻ്റെ കൂടെ ഓവുലേഷൻ്റെ സമയത്ത് പ്രശ്നമാണ്. പീരീഡ്സ് വരാൻ പോകുന്നതിൻ്റെ ഒരാഴ്ച മുമ്പേ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. പീരീഡ്സ് കഴിഞ്ഞിട്ട് ഒരാഴ്ച വരെ ഈ പ്രശ്നം തന്നെയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ 30 ദിവസവും 20 ദിവസവും ഈ പീരീഡ്സും ഓവുലേഷനും പ്രീമെൻസ്ട്രൽ സിൻഡ്രോമും ഇതൊക്കെ തന്നെയായിട്ട് എന്താ പറയുക, ജീവിതം പോവുകയാണ്. അതായത് ഒന്ന് ഓക്കെ ആയി വരുമ്പോൾ അടുത്ത പ്രശ്നങ്ങൾ തുടങ്ങി, അടുത്ത പീരീഡ്സിൻ്റെ ടൈമായി, അല്ലെങ്കിൽ അടുത്ത ഓവുലേഷൻ്റെ സമയമായി, അല്ലെങ്കിൽ പീരീഡ്സിന് തൊട്ട് മുമ്പത്തുള്ള എല്ലാ ബുദ്ധിമുട്ടും തുടങ്ങി. അപ്പം എന്താണെന്ന് വെച്ചാൽ അതുവരെ നോർമലായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ അരിശം, ഇറിറ്റേഷനൊക്കെ തുടങ്ങി. വിഷമം, എന്തിനാ കരയുന്നത്, എന്തിനാ വഴക്കുണ്ടാക്കുന്നത് അറിയില്ല. ചില സമയത്ത് ഭയങ്കര സ്നേഹമായിരിക്കും, ചില സമയത്ത് എന്തിനാണ് അരിശപ്പെടുന്നതെന്നുള്ളൊരു ക്ലാരിറ്റി വീട്ടുകാർക്കും കാണത്തില്ല. അപ്പം പലപ്പോഴും ഇവർക്ക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് നമ്മൾ വെറുതെ ഒരു ഹോർമോണൽ ഗുളിക കഴിച്ചത് കൊണ്ടൊന്നും, ബ്ലീഡിങ് നിൽക്കാനായിട്ട് മരുന്നെടുക്കുന്നുണ്ടോ, മരുന്നിട്ടതുകൊണ്ടോ മാത്രമൊന്നും ഈ പ്രശ്നം മാറുന്നില്ല. ബോഡി ഒന്ന് ഓർഡർ ആയെങ്കിലേ പറ്റത്തുള്ളൂ. ഇത് ഹോർമോണൽ ഇംബാലൻസ് നാച്ചുറലായിട്ടാണ് ക്ലിയർ ആവേണ്ടത്. ഹോർമോൺ ഗുളിക എടുത്തു കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് അത് ക്ലിയർ ആവില്ല. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വെയിറ്റ് കൂടും, പലതരം ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാവും, സ്കിൻ പ്രശ്നങ്ങളുണ്ടാവും. ഹോർമോണൽ ഗുളികയുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് തന്നെ പല പ്രശ്നങ്ങളുണ്ടാവും. പലപ്പോഴും ഇവർക്ക് പീരീഡ്സ് പോലും കറക്റ്റല്ല, കാരണം പ്രോപ്പർ ടൈമിൽ ഓവുലേഷൻ ആകുന്നില്ല. പ്രോപ്പർ 28-30 ദിവസം കൊണ്ടൊന്നും പീരീഡ്സ് നടക്കുന്നില്ല. ഇങ്ങനെ ചിലപ്പം 35, 40, 50 ദിവസങ്ങളിലേക്ക് ഇങ്ങനെ നീളുകയാണ്, ഇങ്ങനെ മാറി മാറി കളിക്കുകയാണ്. അതായത് ഒരു ഫിക്സ് ചെയ്ത് വെച്ചൊരു ഫംഗ്ഷൻ പരിപാടികൾക്ക് പോകാൻ പറ്റത്തില്ല, ഒരു എൻജോയ്മെൻറ്റിന് ഇതാക്കാൻ പറ്റത്തില്ല, പ്രോപ്പറായിട്ട് ഇഷ്ടത്തോടെ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. പല പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ഹോർമോണൽ ഇംബാലൻസ് ക്ലിയർ ആകാതെ ഇതിനെപ്പോഴും ഈസ്ട്രോജനും പ്രൊജസ്ട്രോണൊക്കെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുക. അത് ഇൻസുലിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണുണ്ട്. ഇതാണ് ഇതിൻ്റെ ഭൂരിഭാഗം റൂട്ട് കോസ്. ഇതിനകത്ത് പാരമ്പര്യ രീതി വരും, ഫാറ്റ് ലിവർ റിലേറ്റഡ് വരും, തൈറോയിഡായിട്ട് കണക്ഷൻ വരും, ഡെഫിഷ്യൻസി വരും. ഇതിലേതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ട്രീറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് പോയാൽ മാത്രമേ ഇവർക്ക് ആയുഷ്കാലം മുഴുവനും മെച്ചപ്പെട്ട് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ ലൈഫ് ഭയങ്കരമായിട്ടും അത് ബുദ്ധിമുട്ടാകും. അത് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹോർമോൺസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹോർമോണൽ ബാലൻസ് ഉണ്ടായേ പറ്റൂ.